വെൽക്കം ടു ട്രൈഡ്വുഡ്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് ഒന്ന് അനാലിസിസ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി വീക്ക്ലി ചാർട്ടിലാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത്. വീക്ക്ലി ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വീക്കിൽ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന ഒരു ഹൈ, അതായത് കഴിഞ്ഞതിന്റെ മുന്നത്തെ വീക്കിലുള്ള ഹൈ മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ. അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കിന്റെ ലോ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കിന്റെ ഹൈ മാർക്ക് ചെയ്യുന്നുണ്ട്. അതെല്ലാം കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കളർ ചേഞ്ച് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വീക്കിന്റെ ഹൈ റെഡ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അപ്രോച്ച് ചെയ്യുന്ന വീക്കിന്റെ ഹൈ ബ്ലൂ തന്നെയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കിന്റെ ലോ ബ്ലാക്ക് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മാർക്കറ്റ് പ്രഡിക്ഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുള്ള ഏരിയകളെ കുറിച്ചിട്ടൊന്ന് നമുക്ക് നോക്കണം. അതിന് വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടിലേക്ക് പോവാണ്. വൺ ഡേ ചാർട്ടിലേക്ക് പോയതിനു ശേഷം നമുക്ക് വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. എന്തായാലും വൺ ഡേ ചാർട്ടിലേക്ക് പോവാം. വൺ ഡേ ചാർട്ടിലേക്ക് പോകുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് സഞ്ചരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു മുകളിലോട്ടുള്ള ഒരു അപ്രോച്ചാണ്. കാണാം, കഴിഞ്ഞ തവണകളൊക്കെ തന്നിരുന്ന വീഴ്ചയിൽ നിന്ന് റിക്കവറി എന്നുള്ള രീതിയിലേക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു ഏരിയ നോക്കുമ്പോൾ അറിയാം, സപ്പോർട്ട് എടുത്ത ഏരിയ നോക്കുമ്പോൾ അറിയാം, ഒരു അൺഗൾഫിംഗ് ക്യാൻഡിലോട് കൂടിയിട്ടാണ് പോകുന്നത്. അത് ഏറെക്കുറെ വൺ ഡേ ചാർട്ടിന്റെ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്യുന്നത് പതിവ് പോലെ തന്നെ കഴിഞ്ഞതിന്റെ മുന്നത്തെ ആഴ്ച വീണ ആ ഒരു ഏരിയയാണ് മാർക്ക് ചെയ്യുന്നത്. അവിടെയാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്ന് വന്ന് ക്ലോസ് ചെയ്ത് അവിടെയാണ്. ഇന്നലെ ട്രേഡ് ചെയ്ത് അവിടെയാണ്. ഇന്നിപ്പോൾ ആ മാർക്കറ്റ് അവിടെ നിന്ന് മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എനിവേ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പ്രധാനപ്പെട്ട ഏരിയയും കൂടി മാർക്ക് ചെയ്യാനുണ്ട്. ഇപ്പൊ നമ്മൾ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തു. ഇനി സപ്പോർട്ട് മാർക്ക് ചെയ്യുന്നത് എൻഗൾഫിംഗ് ക്യാൻഡിലിന് എടുത്തിട്ടാണ് സപ്പോർട്ട് മാർക്ക് ചെയ്യുന്നത്. ഇനി നോക്കിയാൽ കാണാം, ഒരു FEG അഥവാ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മിനിഞ്ഞാന്ന് ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിലാണ് ആ FEG വന്നിരിക്കുന്നത്. അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ പ്രകാരം വൺ ഡേ ചാർട്ട് ഈ ഒരു നിൽക്കുന്ന ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും ഹൈയെ ബ്രേക്ക് ചെയ്ത് റെസിസ്റ്റൻസ് ഏരിയയെ വന്നിട്ട് ഒരു ചെറിയൊരു മൈനർ റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആ റിയാക്ഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇംബാലൻസിലേക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്നൊരു ബൈ നമുക്ക് ചെയ്യാം. ഇപ്പൊ ഇങ്ങനെയാണ് വൺ ഡേ ചാർട്ടിൻ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. എനിവേ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് മറ്റുള്ള അനാലിസിസ് ചെയ്യാം. അപ്പൊ അതിനു മുന്നേ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് തിരിച്ചു വരാം. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് കാഡിലുണ്ട്, USD യിലുണ്ട്. കാഡിൽ വരുന്നത് എംപ്ലോയ്മെന്റ് ചേഞ്ച് ആണ്. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ്. അതുപോലെ തന്നെ USD വളരെ ഇമ്പോർട്ടന്റ് ആയ ന്യൂസ് വരുന്നുണ്ട്. ആവറേജ് അവർലി ഏണിംഗ് മന്ത്ലി ആണ് വരുന്നത്. അതുപോലെ നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വരുന്നുണ്ട്. എല്ലാം വരുന്നത് 6 മണിക്കാണ്. വളരെ ഇമ്പാക്ട്ഫുൾ ആയ ന്യൂസുകളാണ് ഇത് വരുന്നതെല്ലാം. പിന്നെ 6 മണി എന്ന് പറയുന്നത് ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയം കൂടിയാണ്. അപ്പൊ ആ ഒരു സമയത്ത് വളറ്റൈൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എനിവേ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ എല്ലാം യൂഷ്വൽ ഇഫക്റ്റുകൾ ഒന്ന് പരിശോധിക്കാം. അൺഎംപ്ലോയ്മെന്റ് ചേഞ്ച് കാഡിൽ വരുന്നത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. പ്രീവിയസ് കാണിക്കുന്നത് 26.7K ആണ്. ഫോർകാസ്റ്റ് കാണിക്കുന്നത് 27.3K ആണ്. അതുപോലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കാണിക്കുന്നതും ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി ആണ്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ തൊഴിലില്ലായ്മയുടെ നിരക്കാണ് ഉദ്ദേശിക്കുന്നത്. അത് പ്രീവിയസിനേക്കാളും കൂടുതലാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. ഫോർകാസ്റ്റ് കൂടുതലാണ്. ഫോർകാസ്റ്റിനേക്കാളും താഴെ, പ്രീവിയസിനേക്കാളും താഴെ വന്നിട്ടുണ്ടെങ്കിൽ കറൻസി നല്ല സ്ട്രോങ് ആവുകയും ചെയ്യും. ഇനി അടുത്തത് ആവറേജ് അവർലി ഏണിംഗ് മന്ത്ലി ആണ്. അത് വരുന്നത് USD യിലാണ്. അത് വരുന്നത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അത് ആവറേജ് അവർലി ഏണിംഗിൽ മണിക്കൂറിൽ സമ്പാദിക്കുന്ന കാര്യമാണത്. പ്രീവിയസ്ലി 0.4 ആയിരുന്നു. ഫോർകാസ്റ്റ് കാണിക്കുന്നത് കുറവാണ്, പ്രീവിയസിനേക്കാളും കുറവാണ് കാണിക്കുന്നത്. 0.3 ആണ്. അപ്പൊ ഈ ഫോർകാസ്റ്റിനേക്കാളും കൂടുതൽ ആണെങ്കിൽ കറൻസി സ്ട്രോങ് ആവുകയും ഗോൾഡ് വീക്ക് ആവുകയും ചെയ്യും. കാരണം USD ഡയറക്റ്റ് ഗോൾഡിനെ, USD യിൽ വരുന്ന ന്യൂസ് എല്ലാം ഡയറക്റ്റ് ഗോൾഡിനെ ഇമ്പാക്ട് ചെയ്യുന്നതാണ്. അടുത്ത് വരുന്ന നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് ആണ്. അതിൽ പ്രീവിയസ് കാണിക്കുന്നത് 272Kയും ഫോർകാസ്റ്റ് 291Kയും ആണ്. ഇത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി ആണെന്നാണ്. നോക്കുമ്പോൾ തന്നെ വലിയൊരു വ്യത്യാസം കാണുന്നുണ്ട് പ്രീവിയസ് ആൻഡ് ഫോർകാസ്റ്റ്. അപ്പോൾ ആ ന്യൂസ് കറക്റ്റ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുമെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം അത് മൊത്തത്തിലുള്ള ഫോർകാസ്റ്റ് കുറവാണ് കാണിക്കുന്നത്. മുകളിലുള്ള അവർലി ഏണിംഗും അതുപോലെ തന്നെ നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ചും കുറവാണ് കാണിക്കുന്നത്. അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. ഒരുപക്ഷെ ഫോർകാസ്റ്റിനേക്കാളും ചെറിയ ഫിഗർ വന്നാൽ പോലും മാർക്കറ്റിൽ കാര്യമായിട്ട് ഇമ്പാക്ട് ഉണ്ടാവില്ല. കാരണം പ്രീവിയസ് ഫിഗർ എന്ന് വെച്ചാൽ വളരെ ഹൈ ആയിരുന്നു. ഫോർകാസ്റ്റ് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലോ ആണ്. അപ്പോൾ ആക്ച്വൽ നല്ല രീതിയിൽ കാണിച്ചാൽ മാത്രമേ, നല്ല സ്ട്രോങ് ആയാൽ മാത്രമേ ഒരു മാർക്കറ്റിൽ കറൻസി സ്ട്രോങ് ആവുള്ളൂ. അടുത്ത അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ്. അതും 6 മണിക്ക് തന്നെയാണ് വരുന്നത്. അതും ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലില്ലായ്മയുടെ നിരക്കാണ്. നിരക്ക് കഴിഞ്ഞ തവണ വന്നിരിക്കുന്നത്, പ്രീവിയസ് വന്നിരിക്കുന്നത് 4%, ഫോർകാസ്റ്റും 4% തന്നെ കാണിക്കുന്നത്. അതിന് മുകളിൽ ഒരു ഫിഗർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കറൻസി സ്ട്രോങ് ആവുകയും ഗോൾഡ് വീക്ക് ആവുകയും ചെയ്യും. തിരിച്ചാണെങ്കിൽ കറൻസി വീക്ക് ആവുകയും ഗോൾഡ് സ്ട്രോങ് ആവുകയും ചെയ്യും.
അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ന്യൂസുകൾ ഇന്ന്. അപ്പൊ ട്രേഡ് ചെയ്യുന്ന എല്ലാവരും സൂക്ഷിക്കുക. 6 മണി എന്ന് പറയുന്നത് ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയമാണ്. മാത്രമല്ല വളരെ ഇമ്പോർട്ടന്റ് ആയ ന്യൂസും വരുന്നതാണ്. ആ ഒരു സമയത്ത് മാർക്കറ്റ് ഏത് രീതിയിലേക്കും തിരിയാം. അപ്പൊ എല്ലാവരും സൂക്ഷിച്ചും കണ്ടും ന്യൂസ് ടൈമിൽ ട്രേഡ് ചെയ്യുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് വരാം. ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ മാർക്ക് ചെയ്ത റെസിസ്റ്റൻസ് ഏരിയ അടുത്തേക്കാണ് മാർക്കറ്റ് ഇപ്പൊ അപ്രോച്ച് ചെയ്യുന്നത്. ഇനി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി 4 അവറിലേക്ക് പോകുന്നുണ്ട്. 4 അവറിൽ പോകുന്ന സമയത്ത് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വളരെ കൃത്യമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിനു മുന്നേ അടയാളപ്പെടുത്തുന്ന ഒരു ഏരിയയും കൂടി ഉണ്ട് 4 അവറിൽ. കഴിഞ്ഞ ദിവസം ഇന്നലെ മിനിഞ്ഞാന്ന് മാർക്കറ്റ് അപ്രോച്ച് ചെയ്തിട്ട് റിജക്ഷൻ കിട്ടിയ ഏരിയനെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 4 അവറിൽ നോക്കിയാൽ കാണാം ഇന്നലത്തെ കൺസോൾട്ടേഷൻ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത്. നല്ലൊരു ക്യാൻഡിൽ ഇവിടെ തന്നിട്ടുണ്ട്. നല്ലൊരു റിജക്ഷൻ ക്യാൻഡിൽ ഇവിടെ തന്നിട്ടുണ്ട്. പിൻബാർ ഇവിടെ തന്നിട്ടുണ്ട്. പിൻബാറിന് ശേഷം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തരുന്നുണ്ട്. മിക്കവാറും അത് ബ്രേക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എനിവേ നമുക്കിപ്പോ ഒരു എൻട്രി സാധ്യതയും കൂടി കാണുന്നുണ്ട്. പക്ഷെ തൊട്ട് മുകളിലൊരു റെസിസ്റ്റൻസ് ഏരിയ ഉള്ളത് കൊണ്ട് നമ്മൾ തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാം. നമുക്ക് അതിന് ആ എൻട്രി സാധ്യത പരിശോധിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷെ അതിനു മുന്നേ കുറച്ച് കാര്യം കൂടി അടയാളപ്പെടുത്താനുണ്ട്. 4 അവറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്നും അടയാളപ്പെടുത്തുന്ന അതേ ഏരിയ തന്നെയാണ് 4 അവറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. മാർക്കറ്റ് അവിടേക്ക് ഏകദേശം അപ്രോച്ച് ചെയ്ത് വന്ന് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവിടെ തന്നെയാണ്. ഇപ്പൊ ഇന്നും അവിടേക്ക് തന്നെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. 4 അവറിന്റെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 4 അവറിൽ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം 4 അവറിന്റെ ഒരു ഇംബാലൻസ് ആണ്. അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട്. താഴെ അതുപോലെ 4 അവറിന്റെ ഒരു സപ്പോർട്ട് ഏരിയ കാണാം. അതും മാർക്ക് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം 3 ദിവസം കൺസോളേഷൻ വന്നിട്ട് അതിൽ നിന്ന് കിട്ടിയ ബ്രേക്ക്ഔട്ട് കിട്ടിയ ഒരു ഏരിയ ആണ്. അപ്പൊ അവിടേക്കൊരു റീടെസ്റ്റ് വരാനുള്ള സാധ്യത ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടേക്കുള്ള റിജക്ഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കുറച്ചും കൂടി മുകളിൽ പോയിട്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. ഇവിടെ നിന്ന് തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എനിവേ ഒരു റീടെസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ കാലത്ത് ഉണ്ടാവുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഈവനിങ് ന്യൂസ് വരുന്ന സമയത്തായിരിക്കാം ഒരുപക്ഷെ റീടെസ്റ്റ് വരാനുള്ള സാധ്യത. എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് എന്ന് പറയുന്നത് ഇപ്പൊ മാർക്കറ്റ് മുകളിലോട്ട് പോയി ബ്രേക്ക് ചെയ്ത് ഒന്നല്ലെങ്കിൽ ഈ ബ്ലാക്ക് ലൈന് അല്ലെങ്കിൽ ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒരുപക്ഷെ താഴോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇംബാലൻസിൽ 2 ഇംബാലൻസ് ഉണ്ട്. ഒന്ന് എന്താണ് പേ ഇംബാലൻസ് ഉണ്ട്. മറ്റൊന്ന് എന്ത് 4 അവറിന്റെ ഇംബാലൻസ് ഉണ്ട്. ആ ഇംബാലൻസിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കുറച്ചും കൂടി താഴെ ഇറങ്ങിയിട്ട് സപ്പോർട്ട് ഏരിയയിൽ നിന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് 4 അവറിൽ നമ്മൾ കാണുന്നത്. ഇത് തന്നെയാണ് മെയിൻ ആയിട്ട് ഇന്നത്തെ ബൈയും ഏരിയയും നമ്മൾ കാണുന്നത്. താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ഇംബാലൻസിലോ അല്ലെങ്കിൽ സപ്പോർട്ടിലോ നിന്ന് ഒരു ബൈയും കാണുന്നുണ്ട് നമ്മൾ. എനിവേ നമുക്ക് 1 അവറിലേക്ക് പോയിട്ട് കുറച്ചും കൂടി ചെറിയ കാര്യങ്ങൾ അനാലിസിസ് ചെയ്ത് നോക്കാം. 1 അവറിലും കാര്യമായിട്ട് അനാലിസിസിന് വ്യത്യാസമൊന്നും വരുന്നില്ല. 1 അവറിൽ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന അതുപോലെ തന്നെയാണ് മുകളിലോട്ട് പോകുന്നു. താഴെ കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ 4 അവറിൽ അടയാളപ്പെടുത്തിയത് തന്നെയാണ്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. 50 മിനിറ്റ്സിലോട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ദിവസം മുന്നുള്ള റെസിസ്റ്റൻസ് ഏരിയയ്ക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം ഇന്നലത്തെ ഒരു സപ്പോർട്ടാണ്. വീണ്ടും അവിടേക്ക് വന്നതിന് ശേഷം ആ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം വീണ്ടും സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ നിന്നൊരു ഷിഫ്റ്റും കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റ് ഷിഫ്റ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റീടെസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. റീടെസ്റ്റ് വരുന്നത് ഈ ഒരു ഏരിയയിലേക്ക് എവിടേക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു ഏരിയയിലേക്ക് ആവാനാണ് സാധ്യത. ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ റീടെസ്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു ബൈ എൻട്രി എടുക്കാം. ഒരു ഷോർട്ട് ടൈം ബൈ എൻട്രി എടുക്കാം. ഷോർട്ട് ടൈം ബൈ എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ഒരുപക്ഷെ ഇതിന് താഴെ വെക്കണം. ഒരു 40 പിപ്പിന്റെ താഴെ നമ്മൾ വെക്കേണ്ടി വരും. ഷോർട്ട് ടൈം ബൈ എൻട്രി എടുക്കാം. നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലൈനാണ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലൈനാണ്. അപ്പോൾ 1:2.5 ആണ് മാക്സിമം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതാവുമ്പോൾ നമുക്ക് റിസ്ക് റിവാർഡ് അത്രയും കിട്ടില്ല. 1:0.5 അല്ലെങ്കിൽ 1:0.6 ആയിരിക്കും കിട്ടാനുള്ള സാധ്യത. എനിവേ നമ്മൾക്ക് ഡയറക്റ്റ് എൻട്രി എടുക്കാൻ പറ്റില്ല. കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങി വന്ന് കഴിഞ്ഞ് ഒരു കൺഫർമേഷനോട് കൂടി എടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് നമ്മുടേതായ സ്ട്രാറ്റജി ഇതിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജി നമുക്ക് വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ട്രെൻഡ് ലൈനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം നമുക്ക് എടുക്കാം. നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് 70% വിന്നിംഗ് റേറ്റ് ഉള്ള സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജിയെ കുറിച്ച് പഠിക്കാനും ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കാനും താല്പര്യമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോടൊപ്പം ചേരാം. അതിനു വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് ജൂലൈ 13 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്കിൽ ജോയിൻ ചെയ്യുകയോ ചെയ്യുക.